കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് യൂത്ത് അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് കൂടുതലും മാരേജസിനോട് അല്ലെങ്കിൽ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിനോട് ഒരു താല്പര്യം അല്ലെങ്കിൽ അവർക്ക് താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഒരു പേടി, ആ ഒരു ഭയത്തിനെയാണ് നമ്മൾ ഗ്യാമോഫോബിയ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനൊരു കല്യാണത്തിനൊരു ടോപ്പിക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ അത് റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്കഷൻസ് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ഉള്ളിലൊരു ആൻസൈറ്റിയോ ഒരു പാനിക്കോ പോലെ തോന്നുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ഓൺലൈൻ ഡേറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഡേറ്റ് ചെയ്യുക, ആ ഒരു വഴി കാരണം അതിൻ്റെ ഒരു റൈസ് കാരണം ഇപ്പോൾ പലരിലും ഇങ്ങനൊരു ഫിയർ ഓഫ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു മാരേജിലോട്ട് കടക്കാനൊരു ഭയം പലരിലും കണ്ടുവരുന്നുണ്ട്. നമുക്കിതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഇമോഷണൽ സിംറ്റംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയുള്ള വ്യക്തികളിൽ അവരുടെ റിലേഷൻഷിപ്പിലിരിക്കുന്ന ഒരു പാർട്ട്ണർ ആ ഒരു ലോങ് ടേം അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സീരിയസ് ആക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേനും ഈ ഗ്യാമോഫോബിയക്കായിട്ടുള്ള ആൾ പെട്ടെന്നൊരു ആൻസൈറ്റി വരികയും പിന്നീട് അയാൾക്ക് രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥയിലേക്ക് അത് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ പാനിക് അറ്റാക്സ് വരാം. അത് പെട്ടെന്ന് അവർക്കൊരു ഡിസിനെസ്സോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വയ്യായിക പോലെ തോന്നും, പെട്ടെന്നൊരു ഹാർട്ട് ബീറ്റ് കൂടും. അവിടുന്ന് പെട്ടെന്ന് ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു ഫംഗ്ഷനിൽ നിന്ന് ലീവ് ചെയ്യാൻ അവർക്ക് തോന്നും. ഇനി നമുക്ക് അതിൻ്റെ ബിഹേവിയറൽ സിംറ്റംസ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ബിഹേവിയറൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അവോയ്ഡൻസ് ആണ്. അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾ ഇങ്ങനത്തെ കാര്യം, അതായത് ഈ റിലേഷൻഷിപ്പ് സീരിയസ് ആക്കുന്ന കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പം ഈ ഗ്യാമോഫോബിക് ആയിട്ടുള്ള ആൾ ആ ഒരു കാര്യത്തിനെ മറ്റ് എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫൈറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാമകൾ ക്രിയേറ്റ് ചെയ്യുന്നു ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ കൂടുതലും നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് പെയിൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു ഹാർട്ട് റേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വെറ്റിങ്, ട്രെംബ്ലിങ്, ഡിസിനെസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ഇങ്ങനത്തെ ആൾക്കാരിൽ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അതായത് ഇങ്ങനെ ഒരു കാര്യങ്ങളിലോട്ട് അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ മാരേജ് ഫങ്ഷൻസിലോട്ട് പോയി കഴിയുമ്പം അങ്ങനെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണർ സംസാരിക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഈ ഒരു സിംറ്റംസ് ഒക്കെ കണ്ടുവരുന്നു. ഒരാൾ ഗ്യാമോഫോബിക് ആകാനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ അതിന് പുറകിലുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കും. മുമ്പ് അവരുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ചിലപ്പോൾ ടോക്സിക് ആയിരിക്കാം, അതിൽ നിന്ന് കിട്ടിയ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ഡിവോഴ്സ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനത്തെ പാസ്റ്റ് എക്സ്പീരിയൻസസ് കാരണമാവാം ഒരു പേഴ്സൺ ഗ്യാമോഫോബിക് ആവുന്നത്. അതുപോലെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് അവർ വളർന്നു വരുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ചിലപ്പം അങ്ങനെ ഒരു അടിയും പിടിയും വഴക്കും ഒക്കെ ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നതെങ്കിൽ ആ കുഞ്ഞിന് പിന്നീട് വളർന്നു വരുമ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എടുക്കാനൊരു ബുദ്ധിമുട്ട് കാണിക്കുക. അതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത അച്ഛനും അമ്മയാണ് വരുന്നതെങ്കിൽ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അവരുടെ റിലേഷൻഷിപ്പിലും അവർ കാണിക്കും. അതുപോലെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫിയർ ഓഫ് ലോസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഇപ്പോൾ അവരുടെ ഒരു ഫ്രീഡം കിട്ടില്ല. അവർ കമ്മിറ്റ്മെൻറ്റിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും അവർക്ക് ആ റിലേഷൻഷിപ്പിലൊരു ചെയ്യാൻ ഫ്രീഡം കിട്ടില്ല. അതായത് എന്ത് ചെയ്യാനും അവർക്ക് മറ്റൊരാളുടെ പെർമിഷൻ വേണം എന്ന് വിചാരിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ഗ്യാമോഫോബിക് ആകുന്നത്. ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളിലും ഗ്യാമോഫോബിക്കിലേക്ക് അവരെ ലീഡ് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഗ്യാമോഫോബിയ. താങ്ക് യു.